കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ച് ശരിയാവോ എന്ന് അവരോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലേ അത് ഭയങ്കരമാണ്. അപ്പം എൻ്റെ ഇതുപോലെ കുറേ സുഹൃത്തുക്കളുണ്ട്. അവരെന്നോട് പറഞ്ഞ് അശ്വത്തെ എന്ത് ചെയ്യോടാ? ഞാൻ പറഞ്ഞ അറിഞ്ഞൂടാ ചേട്ടാ, നിന്റെ ഇഷ്ടമാണ്, ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മമ്മൂക്കയായിട്ടുള്ള സീനാണ്, അതാണ് നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുന്നത്. ടോക്കിംഗ് പോയിന്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ ചേരുന്നത് ആക്ടർ അശ്വത് ലാലാണ്. സോ വെൽക്കം. അശ്വതേട്ടൻ ഇന്ന് നമ്മളോട് ചേർന്നിരിക്കുന്നത് തലവര എന്ന് പറയുന്ന പുതിയ പടത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. സോ എന്താണ് തലവര ഒരു തലവര മാറ്റുന്ന സിനിമ തന്നെ ആകുമോ? തലവര മാറ്റുന്ന സിനിമ ആവോ എന്ന് ചോദിച്ചാൽ അതിന് പുറത്തിറങ്ങിയിട്ടേ അറിയാൻ പറ്റും. പക്ഷെ എനിക്കതിൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എൻ്റെ ലൈഫാണ് ആ പടം. ആ പടത്തിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അർജുനാണ് അത് മെയിൻ ലീഡ് ചെയ്തേക്കുന്നത്. ഞാനൊരു ചെറിയ പോർഷനാണ് അതിലുള്ളത്. പക്ഷേ എൻ്റെ ഒരു ലൈഫ് ജേണി ആ ഒരു ചെറിയ പോർഷനിൽ എൻ്റെ റിയൽ ലൈഫ് എന്തായിരുന്നു, ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു സാധനം തലവരയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു ആക്ടിങ് ലവറായിട്ടുള്ളൊരു അങ്ങനെ ഒരു സംഭവമാണ് ആക്ച്വലി ഉള്ളത്. അത് ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കുന്നതാണ്. എനിക്കറിയില്ല എത്ര ആക്ടേഴ്സിന് അങ്ങനെ ഒരു ലക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അവർ ഒന്നുമല്ലായിരുന്ന സമയത്ത് നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സമയം തൊട്ട് പിന്നെ അവരൊരു വലിയ സക്സസ്സിലെത്തുന്നത് വരെയുള്ള ഒരു ജേണി അവർക്ക് തന്നെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യമായിട്ടാണ് ഞാൻ സത്യത്തിൽ ജീവിക്കുകയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ പടത്തിൽ വന്നിട്ടുണ്ടെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ കണ്ടിട്ട് എന്താ പറയണത്? അപ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? ആരൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നത്? ഷൂട്ടിംഗ് പാലക്കാട്, കോയമ്പത്തൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഷൂട്ട് ഉണ്ടായിട്ടുള്ളത്. അർജുനുണ്ട്, ഞാനുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു ആർട്ടിസ്റ്റുകളും ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മുടെ റാഫിയുണ്ട് അതിൽ. അങ്ങനെ എനിക്ക് ഇവരുമായിട്ട് ശരത് സബാൻ ഉണ്ട്, അത് പുതിയൊരു ആക്ട്രസ്സാണ്. അപ്പോൾ എനിക്ക് ഇവരുമായിട്ടൊന്നും ഒരുപാട് കോമ്പിനേഷനും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് കൂടുതലും ഞാനും അർജുനും ഒക്കെ ആയിട്ടുള്ള ഒരു പോർഷൻ വേറെയാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് പേര് പടത്തിലുണ്ട്. തിയേറ്ററിൽ വരുമ്പോൾ അതാണ് എനിക്കും സർപ്രൈസ് ആവുന്നത് ആക്ച്വലി. എത്ര നാളത്തെ ഒരു ഷൂട്ട് പ്രോസസ്സ് കുറച്ച് അധികം നാളുണ്ടായിരുന്നു. എനിക്ക് വളരെ കുറച്ച്, ഓൾമോസ്റ്റ് 1 മന്തിനകത്ത് മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പാലക്കാടൊക്കെ ഇവരുടെ സോങ് ഷൂട്ടും പരിപാടിയൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. ഭയങ്കര വലിയ സെറ്റും ഒക്കെ ആയിരുന്നു. മഹേഷ് നാരായൺ സാർ, അതുപോലെ തന്നെ ഷെബിൻ ബക്കർ, ഇവർ രണ്ടുപേരാണ് എൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്നത്. ഷെബിനിക്കയുടെ പടമാണ്. അപ്പം മൂവിയുടെ ഈ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ലൈഫ് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ എന്തോ ഒരു എക്സൈറ്റഡ് ആയിരുന്നു? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി. ഫസ്റ്റ് ഞാൻ സാധാരണ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്, നമുക്കൊരു ക്യാരക്ടർ വരാൻ നേരത്ത് അത് എങ്ങനെയുള്ള ക്യാരക്ടറാണ്, നമുക്കത് എത്രമാത്രം പെർഫോം ചെയ്യാൻ ഉണ്ടാവും എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. ഒരു പനി വന്നുകൊണ്ട് ശ്വാസം എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാണ്. അതാണ് ശബ്ദം ഇങ്ങനെ ആയിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ചൂസ് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മളെ ചിന്തയിൽ വരും. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഇന്ന് സക്സസ് ആയി നിൽക്കുന്ന പല ആക്ടേഴ്സിൻ്റെയും, ഇന്ന് മലയാളത്തിലായാലും ഏത് ഇൻഡസ്ട്രിയിലായാലും സക്സസ് ആയിട്ട് നിൽക്കുന്ന പല ആക്ടേഴ്സിൻ്റെയും ലൈഫിൽ ഇത് നടന്നിട്ടുള്ളതാണ്. അവരുടെ ലൈഫാണ് ആക്ച്വലി ഇത്. അങ്ങനെയുള്ളൊരു കാര്യം അവർക്ക് തന്നെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെനിക്ക് അതിലൊരു ഭാഗ്യം ലഭിച്ചു. എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്ത ആ ഒരു ഫാക്ടറാണ് പടത്തിൽ. എന്നോട് അഖിൽ അനിൽകുമാറാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം പിടിച്ചത് അതിലാണ്. അത് ഞാൻ ഓക്കെ പറഞ്ഞു. ഈ ഒരു സ്ക്രിപ്റ്റ് ചേട്ടനിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? എന്നെ ഡയറക്റ്റ് വിളിക്കുന്നതായിരുന്നു. എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് അന്ന് ദൃഷ്കയുടെ പടം കഴിഞ്ഞിട്ട് നിൽക്കാമെന്ന് തോന്നുന്നു. ആ സമയത്താണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ഇങ്ങനെ പോർഷൻ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ എന്നെ വിളിച്ചിട്ട് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ. ഇപ്പം ചേട്ടൻ ഈ ഒരു ലൈഫിൻ്റെ സക്സസ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ മൂവിയിലെന്ന് പറഞ്ഞു. അപ്പം ചേട്ടനെ എനിക്ക് എപ്പോഴും മൂവീസിലാണെങ്കിലും ചേട്ടൻ്റെ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ എന്തോ അച്ചീവ് ചെയ്തു, ആ ഒരു സ്വപ്നങ്ങൾ നേടി എന്നുള്ളൊരു ഇതെനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ചേട്ടൻ്റെ ഫേസിൽ. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ളൊരു സ്ട്രഗിളും കാര്യങ്ങളും ചേട്ടൻ വന്ന വഴികളും പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു? ഇതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വന്ന വഴികൾ
പിന്നെ ഞാനെപ്പോഴും വന്ന വഴി മനസ്സിൽ വെച്ചിട്ട് ഇപ്പം നമ്മൾ എവിടെ എത്തി എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതൽ ആലോചിക്കാറുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് ഇനി പോകാനുള്ള വഴിയെ പറ്റിയാണ് ചിന്തിക്കാറുള്ളത്. അപ്പോൾ വന്ന വഴി സിനിമ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ ഹാളിൽ ടി വിയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന LGയിൽ ഒരു ചെറിയ ടി വി ഉണ്ടായിരുന്നു. അതിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന അത്ഭുതമാണ്. അപ്പോൾ ഇന്ന് ആ ടി വിക്കകത്ത് ഞാനുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ടി വി വലുതായപ്പോൾ അതുപോലെ തന്നെ ആ ടി വിക്കകത്ത് ഞാനുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു സാധാരണക്കാരന് അങ്ങനെ അവൻ കണ്ട ഒരു അത്ഭുതത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ കുറേ കഷ്ടപ്പാടുണ്ട്. ചേട്ടന് ഇതിൽ കുറേ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഫ്രണ്ട്സാണ് നമുക്ക് എല്ലാം. ഞാൻ ഇന്ന് ഈ സീറ്റിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് 90% അല്ലെങ്കിൽ ഒരു 95% എൻ്റെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടാണ്. അത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ്, എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, ഇപ്പോൾ സിനിമയിലെത്തിയപ്പോൾ കുറച്ച് ഫ്രണ്ട്സ്. പക്ഷേ ഭയങ്കര ആത്മാർത്ഥമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ സപ്പോർട്ടാണ് സത്യത്തിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് കുറേ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ സക്സസ്സിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഞാൻ വെറുതെ പറയണല്ല. എൻ്റെ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാട്ടിലൊരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വാർഷികമോ ക്ലബിൻ്റെ വാർഷികമോ ഒരു ഉത്സവമോ എന്തെങ്കിലും ഒരു പരിപാടി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതുപോലെ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്റ്റേജ് പ്രോഗ്രാംസുകളും കാര്യങ്ങളും ഒക്കെ. പലപ്പോഴും ഞാൻ ഈ ക്ലബിലെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷേ എനിക്ക് അറിയാവുന്ന കുറേ സുഹൃത്തുക്കൾ അതിലുണ്ടാവും. അവരാദ്യം പറയും, പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് അശ്വത്തിനെ ഏൽപ്പിക്കാം. അത് എന്നോട് ചോദിച്ചിട്ട് പോലും അല്ല പറയുന്നത്, അവൻ ചെയ്യോ ഇല്ലയോ ഒന്നൊന്നുമല്ല. എന്നിട്ട് എന്താ പറയും, എന്നെ വിളിച്ചാൽ പറയാം, അവൻ തന്നെ ഏറ്റെടുക്കും. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ, ഇവൻ ചില പ്രോഗ്രാമുകൾ പ്രൊഫഷണൽ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ അതിനെ കോർഡിനേറ്റർ ആക്കും. അത് അശ്വത്ത് നോക്കിക്കോളും, അവൻ ചെയ്യും, അവൻ ചെയ്യുക. അപ്പം കുറേ സീനിയർ ആയിട്ടുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ചാൽ ശരിയാവോ എന്ന് അവരോട് ചോദിക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലേ അത് ഭയങ്കരമാണ്. എപ്പോഴും പല സ്ഥലങ്ങളിലും സംഭവിച്ചു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് കൊടുക്കണോ, അല്ലെങ്കിൽ അവന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റാതായി പോകും എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിലുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സൗഹൃദത്തിൽ സമ്പന്നനാണ്. അതിൽ തന്നെ വലിയ കാര്യമാണ്. കാരണം ഇപ്പം എല്ലാവരും പറയും എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്, പക്ഷെ ആ സുഹൃത്ത് വലയത്തിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് കുറവായിരിക്കും. അതിൽ ഇപ്പം ചേട്ടൻ പറയുന്നത് കേട്ടിട്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സ് അതുപോലെ അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം എല്ലാവരും നമ്മളെ കുറേ പേരൊക്കെ മാറി നിന്ന് സപ്പോർട്ട് ചെയ്യുമെങ്കിലും കുറേ പേര് നമ്മുടെ ഒരു വളർച്ചയിൽ അസൂയപ്പെടുന്ന കുറേ പേരുണ്ട്. ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണെന്നുള്ള രീതിയിൽ എനിക്കിപ്പോൾ പിന്നല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായി പോകാതെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ സൗഹൃദത്തിൽ. എനിക്കിങ്ങനെ, ഞാൻ ഈ ലക്കിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ലക്ക് ഈസ് എ ഫാക്ടർ, ബാക്കി നമ്മൾ ചെയ്യേണ്ട പണിയാണെന്ന് മാത്രമാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു സത്യമാണോ എന്ന് തോന്നിപ്പോകുന്നത് എനിക്ക് ചിലപ്പോൾ സൗഹൃദങ്ങളിലാണ്. ഇങ്ങനെ ഇത്രയും സൗഹൃദങ്ങൾ എനിക്ക് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് തന്നെ ഉണ്ടായ കുറേ സൗഹൃദങ്ങളാണ്. ഇപ്പോൾ വന്നതല്ല, അന്നേ ഉണ്ടായിരുന്നു അവർ, ഇപ്പോഴും അവരുണ്ട്. ഈ സൗഹൃദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം സിനിമയിൽ വന്നതിന് ശേഷവും അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടനിപ്പോൾ ഒരു ഫെയിമിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം നമുക്ക് അതിന് മുമ്പ് നമ്മളുമായിട്ട് വലിയ കമ്പനി ഇല്ലാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ തിരിച്ച് മെസ്സേജ് അയച്ചൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോടൊക്കെ എന്താണുള്ളത്? ഇല്ല, നമ്മളിപ്പോൾ കോളേജിലൊക്കെ തന്നെ ആ സിറ്റുവേഷൻ പറയണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച, കോളേജിലൊക്കെ നമ്മൾ പല ഡിപ്പാർട്ട്മെൻ്റ് ആകുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അടിബഹളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, തർക്കങ്ങളും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും ബഹളം വെച്ചും തല്ലുകൂടിയും അന്ന് അതൊക്കെ ഭയങ്കര സീരിയസ് ആയിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോലും നടത്തില്ല എന്ന് പറയുന്ന കോളേജ് കാലഘട്ടത്തിൽ ഇതുണ്ടല്ലോ, സീനിയേഴ്സ് ജൂനിയേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്ര ദേഷ്യവും പ്രശ്നമായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സ്, അതിലൊരു ഫ്രണ്ടാണ് എൻ്റെ 18-ാം പടി എന്ന് പറയുന്ന പടം റിലീസാവുന്ന സമയത്ത് എൻ്റെ ഒരു വലിയ ഫോട്ടോ പോസ്റ്ററായിട്ടും ഫ്ലെക്സായിട്ടും ഒക്കെ ആദ്യം ചെയ്യുന്ന അവനായിരുന്നു ഞാൻ
അവനുമായിട്ടാണ് ഏറ്റവും അവൻ്റെ പേരൊന്നും പറയണ്ടെന്ന് തോന്നുന്നു. അത്രയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ അവനാണ് ആദ്യം അത് ചെയ്ത് തരുന്നത് എനിക്കത് ഭയങ്കര ഇതായിപ്പോയി, ഇമോഷണലായിപ്പോയി. ഓക്കെ. അത് ഞാൻ പിന്നീട് ആലോചിച്ചു എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പെരുമാറി എന്ന് ആലോചിച്ചു. ഇപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഞങ്ങളിപ്പോൾ. അല്ല, ചില നല്ല ഫ്രണ്ട്ഷിപ്പ് പല വഴക്കുകളിൽ നിന്നുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. ഉണ്ട്. നമ്മളിപ്പം കുറേ തല്ല് കൂടുന്നവരായിരിക്കും ചിലപ്പം കോളേജ് കഴിയുന്ന ടൈമിലേക്ക് ഭയങ്കര ബോണ്ടായിരിക്കും. പിന്നീട് അത് ഈ തല്ലുകൂടി ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ സൗഹൃദങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കാതെ നമുക്ക് വേണ്ടിയാണെങ്കിൽ ഫുൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നൊരു അങ്ങനെ സന്തോഷം തരുന്ന കൂട്ടം ഉണ്ട്. കൂടുതൽ കൂട്ടത്തിൽ ഈ ആക്ടിങ് എന്നുള്ളൊരു സ്വപ്നം അപ്പം സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയതാണോ അതോ? സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, സ്കൂളിലാണ് ആക്ച്വലി ആദ്യം സ്റ്റേജ് പ്രോഗ്രാംസുകളൊക്കെ ആയിരുന്നു ചെയ്തത്. അപ്പൊ സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ഞാൻ ആക്ച്വലി എനിക്ക് സിനിമ എന്നുള്ളതൊക്കെ പിന്നീടാണ് ഇത് വന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഈ ഏകദേശം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ആ ഒരു സൈഡിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഉത്സവങ്ങൾ സംഭവിക്കുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാം, സ്റ്റേജ് ഷോകൾ ഉണ്ടാവാറുണ്ട്. സുരാജ് ചേട്ടനൊക്കെ പണ്ട് ചെയ്തത് പോലെ അങ്ങനത്തെ ഉള്ള സ്റ്റേജ് 2.5 മണിക്കൂർ 2 മണിക്കൂർ ഷോകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തിയേറ്ററിൽ പോയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഉത്സവപ്പറമ്പുകളിലാണ് പോയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത്. ഇവിടെ മോഹൻലാൽ വരുന്നു, മമ്മൂട്ടി വരുന്നു, മറ്റേ ഫിഗർ ഷോകൾ വരുന്നു, ഇവർ വരുന്നു, ഇതിൻ്റെ അകത്ത് ഡാൻസ്, ഒരു സിനിമ കാണുന്ന ഒരു മൂഡ് നമുക്ക് ബ്രോ കണ്ടിട്ടുണ്ടോ? ഇവിടെ അവിടെയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ സംഭവം. ഇത് ഭയങ്കര ഒരു സീസണിൽ നമ്മുടെയൊക്കെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു പ്രദേശത്ത് ഏകദേശം ഒരു 10-15 അമ്പലങ്ങളുണ്ടെങ്കിൽ 50 ഈ 15 അമ്പലത്തിലെ ഉത്സവങ്ങളിലും ഓരോ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവും. ഇതിൽ തന്നെ ചില അമ്പലത്തിൽ മുമ്പ് കളിച്ചിട്ടുള്ളവർ തന്നെ വീണ്ടും വന്ന് പ്രോഗ്രാം ചെയ്യും. പക്ഷെ നമ്മൾ ഒന്നും വിടില്ല, എല്ലാം പോയിരുന്ന് കണ്ട് പ്രോഗ്രാം കണ്ട് അങ്ങനെ ഇത് കണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന ചെറിയ കോമഡികൾ, ചെറിയ സ്കിറ്റിൻ്റെ പോർഷന് ഇതെല്ലാം ചെന്നിരുന്ന് കേട്ടിട്ട് നോട്ടൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കോമഡിയൊക്കെ സാധനം ചുരണ്ടിക്കൊണ്ടാണ് നമ്മൾ പോയിട്ട് കോളേജിലും സ്കൂളിലും ഒക്കെ, സ്കൂളിൽ പഠിക്കുന്ന സമയം സ്കൂളിലൊക്കെ സ്കിറ്റൊക്കെ നടക്കുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതും. ഇതിൽ തന്നെ അങ്ങോട്ട് മാറ്റങ്ങൾ വരും. അതുപോലെ അടിക്കൂല. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടവൻ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇതിൽ ചെറിയ മാറ്റങ്ങളും ഡയലോഗ്സ് മാറ്റം വരച്ച് ഇതേ സാധനം തന്നെ അവിടെ കൊണ്ടിട്ട് അവിടെ അടിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സ്റ്റേജ് പ്രോഗ്രാമുകളായിരുന്നു. അത് കണ്ട് അന്ന് ഞാൻ അസീസ് നെടുമങ്ങാട്, സുരാജ് വെഞ്ഞാറമൂട്, തങ്കച്ചൻ ചേട്ടൻ, ഇന്ന് ഈ കോമഡി ഇതിലൊക്കെ ഉള്ള ഒരുപാട് പേരെ നേരിട്ട് കണ്ട് സംസാരമൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങളവിടെ ഒരുപാട് തവണ ഇവർ പ്രോഗ്രാം ചെയ്യാനും വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആലോചിച്ചപ്പോൾ പിന്നെ നോക്കുമ്പോൾ സുരാജ് ചേട്ടൻ പയ്യെ സിനിമയിലേക്ക് പോകുന്നു, അസീസ്ക പോകുന്നു, നോബി ചേട്ടൻ പോകുന്നു. നോബി ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ്. ഇവരെല്ലാവരും പയ്യെ സിനിമയിലേക്ക് ഉള്ളത്. അപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചത്, ഇവിടെ കഴിഞ്ഞിട്ട് നേരെ അവിടെ പോകുന്നു, അവിടെ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ഉണ്ട്, നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ് പിന്നെ ഓഡീഷൻസിലേക്ക് പോകുന്നത്. പിന്നെയാണ് ഇങ്ങോട്ട് വരികയും ചെയ്യുന്നത്. അപ്പം സ്റ്റേജ് ഷോകളൊക്കെ ചെയ്യാറുണ്ടോ? സ്റ്റേജ് ഷോ ഇപ്പം ചെയ്യാറില്ല, അല്ല നേരത്തെ മുമ്പ് ചെയ്തിട്ടുണ്ട്. വലിയ പ്രൊഫഷണൽ പരിപാടിയല്ല, അല്ലാതെ തന്നെ കോളേജ് കഴിഞ്ഞ് അവിടെ തൊട്ട് കുറച്ച് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. അതപ്പോൾ എന്താ നാടകങ്ങളായിരുന്നു അതോ? നാടകങ്ങളല്ല, എല്ലാം കോമഡി സ്റ്റേജ് ഷോകളായിരുന്നു. അങ്ങനത്തെ പരിപാടികളായിരുന്നു. നാടകമൊന്നും ഞാൻ പ്രൊഫഷണൽ നാടകമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള നാടകങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ അത്യാവശ്യം മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അന്ന് കോളേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആഹിര സെറ്റിൽ വെച്ച് ഇന്ദിരാട്ടനെ ഞങ്ങൾ ഒരു ഇൻ്റർവൽ പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ദിരാട്ടൻ ഞാൻ പണ്ട് കോളേജിലൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നീ കൊള്ളാറോ രസമായിരുന്നു. സെറ്റിൽ കാണിച്ചപ്പം എന്തായിരുന്നു കാണിച്ചായിരുന്നോ? ഞാൻ അതന്നെ ഇന്ദിരാട്ടനോട് കാണിച്ചു, വേറെ ആരും അറിഞ്ഞില്ല. അപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളൊരു റബ്ബർ തോട്ടത്തിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ക്യാമറ അപ്പുറ സൈഡിൽ നിന്ന് ഇപ്പുറ സൈഡിൽ വന്നിട്ടുള്ള ഡിലേ ആക്കുന്ന സമയത്ത് അന്ന് എന്തിനൊക്കെ ഭയങ്കര സംസാരിച്ചുകൊണ്ടിരിക്കുക കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പഠിച്ചതെന്നൊക്കെ പോയി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളി. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചേട്ടാ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു, ഒന്ന് ചെയ്തേ എന്നിട്ട് ചെയ്ത്. ഇപ്പോൾ ആഹയുടെ സെറ്റിലെ കാര്യം പറയുമ്പോൾ നമുക്ക് ഹൃദയം എപ്പോഴും ചേട്ടൻ്റെ ഒരു തലവര മാറ്റിയ സിനിമയാണെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോഴാണെങ്കിലും
ചേട്ടൻ അതിനു മുമ്പും 2-3 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ. ഹൃദയം എന്ന് പറയുന്നൊരു ചിത്രത്തിലൂടെയാണ് ചേട്ടനെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഹൃദയത്തിലൂടെയാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ വന്ന് സംഭവിക്കേണ്ടതാണെന്ന് പറയുന്ന പോലെ തന്നെ ചേട്ടൻ്റെ ആഹയുടെ സെറ്റിൽ നിന്നുള്ളൊരു കഥ ഞാൻ കേട്ടായിരുന്നു. അതായത് ആഹയുടെ സെറ്റിൽ നിന്ന് ഇതിനുള്ള ഓഡീഷനിലേക്ക് ആ, പോകുന്നതും ആ, ആ. അതൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ ഭവിക്കേണ്ടതാണെന്നുള്ളൊരിത്. അപ്പോൾ അതിനുശേഷം ഹൃദയം ഇറങ്ങിയ ശേഷമാണെങ്കിലും വിനീതേട്ടനാണെങ്കിലും പറഞ്ഞായിരുന്നു, ഇപ്പം ഹൃദയം ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിനകത്ത് ഇതിൽ കൂടെ അശ്വന്തത്ത് പറയുന്ന ഒരാൾ ഫേമസ് ആവും എന്നുള്ളൊരിത്. ആ ഒരു ഇതിൽ നിന്ന് പിന്നീട് നിരവധി അനവധി ചിത്രങ്ങൾ ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്താണ്, ആ ഒരു ഹൃദയത്തിൽ നിന്നുള്ളൊരു ജേണി? അല്ല, നമുക്ക് എല്ലാം തന്നെ ഹൃദയമാണ്. ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രൊഫഷണൽ ലൈഫ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതിനു മുമ്പ് ഒരുപാട് പേര് സപ്പോർട്ട്, 18ാം പടിയിലൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മമ്മൂക്കയുടെ ഒപ്പം സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ ചിത്രമല്ലേ? രണ്ടാമത്തെ. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ലൈഫ് ഒരു ബിഗിനിങ് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്നാണ്. മൈലേജിൽ ഒരുപാട് നമുക്ക് ക്യാരക്ടേഴ്സ് വന്നു, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് വന്നപ്പോൾ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റി. അത് പെർഫോം ചെയ്തപ്പോൾ നമുക്ക് കാലിബർ ഉണ്ടെന്ന് ആൾക്കാരും ഡയറക്ടേഴ്സിനൊക്കെ മനസ്സിലായി തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പം ഹൃദയത്തിൻ്റെ ഒരു ഓഡീഷനിൽ സംഭവിച്ച പോലെ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലോട്ട് എത്തിപ്പെടാൻ പറ്റിയ അങ്ങനത്തെ പാടുകളൊക്കെ പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അല്ല, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു സെറ്റ് ചെയ്തല്ല. ഞങ്ങളുടെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ന്യൂ ഇയറിനായിരുന്നു. അന്ന് 18ാം പടി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം ന്യൂ ഇയറിൽ ഞാനാണ് ആ സ്റ്റേജ് പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ നാട്ടിലെ പ്രോഗ്രാം. അപ്പോൾ ഇത് പ്രൊഫഷൻസ് എന്ന് വെച്ചല്ല, ഞങ്ങളുടെ നാട്ടിലെ കുറേ അവിടുത്തെ പിള്ളേർ അവിടെ ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട്, യുഗപ്രഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലബ്ബ് 52 വർഷമായി. അപ്പോൾ ആ വർഷത്തിൻ്റെ സെലിബ്രേഷനായിരുന്നു. ഇതിന് ഒരു ദിവസത്തെ സ്റ്റേജ് പ്രോഗ്രാം ഞാനാണ് ഡയറക്റ്റ് ചെയ്ത്, ഞാനതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് 18ാം പടി ഷൂട്ട് നടക്കുന്നത്. അത് നടക്കുന്നത് എറണാകുളത്ത്, എൻ്റെ നാട് ട്രിവാൻഡ്രത്ത്. അപ്പോൾ എറണാകുളത്ത് ഷൂട്ട് നടക്കുന്നതും പ്രശ്നമില്ല, മമ്മൂക്കയുടെ കൂടെയുള്ള ഷൂട്ടാണ്, സീനാണ്. നിങ്ങളിപ്പോഴും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം, മമ്മൂക്ക ഞങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു പോർഷനുണ്ട് ആ സിനിമയിൽ. അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാനുണ്ട്, പിന്നെ കുറേ ഞാനില്ല, പിന്നീടാണ് ഞാൻ വീണ്ടും വരുന്നത്. അന്ന് എനിക്ക് ഭയങ്കര വിഷമമുണ്ടൊരു സംഭവമുണ്ട്. അതായത് ഇത് ഇങ്ങനെ ഡേറ്റ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു, മമ്മൂക്കയുടെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു, അതുകൊണ്ട് ഷൂട്ട് ഡേറ്റുകൾ മാറി ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം വന്നത് ന്യൂ ഇയറിൻ്റെ അന്ന് ജാൻ 1 2019, സോറി അതെനിക്ക് വർഷം ഓർമ്മയില്ല. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ പ്രോഗ്രാം, അതിൻ്റെ ഫുൾ പരിപാടി എൻ്റെ ബ്രെയിനിലാണ്. അതെവിടെ ഏത് മ്യൂസിക്കൊക്കെ വെച്ചുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇവരാരും പ്രൊഫഷണൽ പിള്ളേരല്ലാത്തതുകൊണ്ട് ഇവർക്ക് അത് പലരും ആദ്യമായിട്ടൊക്കെ കയറുന്നതൊക്കെ ആൾക്കാരാണ്. സുഹൃത്തുക്കളുണ്ട്, അവരെന്നോട് പറഞ്ഞ് അശ്വത്തെ എന്ത് ചെയ്യോടാ? ഞാൻ പറഞ്ഞ അറിഞ്ഞൂടാ ചേട്ടാ, കാരണം നമുക്ക് പ്രായം കൂടുതലുള്ള ചേട്ടന്മാർക്കുണ്ട്. ചേട്ടൻ പറഞ്ഞ് അറിഞ്ഞൂടാ ചേട്ടാ എന്താ ചെയ്യേണ്ടത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയായിട്ടുള്ള സീനാണ്. അപ്പോൾ അവർക്ക് എന്നോട് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അവരോടൊന്ന് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്തിട്ട് വാടാ എന്ന് പറയാൻ അവർക്കും ബുദ്ധിമുട്ട്. എൻ്റെ നാട്ടിലുള്ളവർക്ക് മമ്മൂക്കയായിട്ടാണല്ലോ, ലൈഫിൽ ഇങ്ങനെ ഒരു ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു നടക്കാം. നമ്മളെ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ നമുക്ക് കിട്ടിയതാണ്. ഞാൻ നേരെ ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടറിനോട് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ എന്നെ ഇങ്ങനെ നോക്കി, ശങ്കരേട്ടൻ ഇങ്ങനെ നോക്കി, സാറിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് നിൻ്റെ ഇഷ്ടമാണ്, ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പുള്ളി ഭയങ്കര പ്രഷറിൽ നിൽക്കുകയാണ്, മമ്മൂക്കയായിട്ടുള്ള സീനാണ്, അതാണ് നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ഇത് ഡേറ്റിൽ എന്തെങ്കിലും അങ്ങോട്ട് മാറ്റം വരുമോ? ഒരു മാറ്റമില്ല പക്ഷേ ഈ ഡേറ്റിൽ ഈ ഷൂട്ട് നടക്കും, നീ പോവാതിരിക്കുക എന്നുള്ളതാണ് സിനിമയ്ക്ക് നീ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നാട്ടിൽ കുറേ പിള്ളേർ നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന കുറേ നാട്ടിലുണ്ട്, ഇവിടെ മമ്മൂക്കയായിട്ടുള്ള സീന്. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഒന്ന്, കരച്ചിലൊക്കെ വന്നു. ഞാൻ എന്താ ചെയ്യുക, ആരോട് പറയാം? ഞാൻ എൻ്റെ റൈറ്റർ ഒരാളുണ്ട്, പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി ആർക്കും ഒന്നും പറയാൻ വയ്യ. എന്താ പറയുക, സിറ്റുവേഷൻ ഇതാ, അവിടെ കുറേ പിള്ളേർ നമുക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെ ഇതാ നിനക്ക് ഇഷ്ടമുള്ള തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ നാട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞു അശ്വത്തെ ഇതുപോലൊരു ചാൻസ് എൻ്റെ ലൈഫിൽ ഇനി വരുമെന്ന് നിനക്കറിയില്ല, ഇനി നിങ്ങൾക്ക് വേറെ കോമ്പിനേഷൻ മമ്മൂക്കായിട്ട് ഉണ്ടോ എന്നൊന്നും അറിയില്ല. അന്ന് മമ്മൂക്കായിട്ടൊക്കെ ഉള്ള സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ സീനാണ് നിനക്ക്,
നിങ്ങൾക്ക് ഇത്രയും പേർക്കും അത് നീ ഒഴിവാക്കിയിട്ട് പോവാണോ എന്ന് ചോദിച്ചു. അതെനിക്ക് വല്ലാത്ത വിഷമമായി. വല്ലാത്ത വിഷമമായി. അത് രാത്രി അവിടെ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പ്രോഗ്രാമിന് കയറുമ്പോഴും ഒക്കെ മൈൻഡ് ഭയങ്കര വിഷമവും, ട്രെയിനിലിരുന്ന് കരച്ചിലൊക്കെ വരികയൊക്കെ ചെയ്തു. കാരണം എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്ന് ഈ പ്രോഗ്രാം എന്നാ നടക്കില്ല, നാട്ടിലെ പ്രോഗ്രാം എന്നാ നടക്കില്ല, നോട്ടീസൊക്കെ അടിച്ചിട്ടുള്ള വലിയ പ്രോഗ്രാം അതെന്തായാലും നടക്കാൻ പോകില്ല ഞാൻ ചെന്നില്ല എങ്കിൽ ഈ പ്രോഗ്രാം. കാരണം ഇവർക്ക് അറിയില്ല അതെങ്ങനെയാണ്, പ്രൊഫഷണൽസ് അല്ലല്ലോ. പക്ഷെ ഞാൻ വന്നു, ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞു, ന്യൂ ഇയറിന് അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണി അങ്ങോട്ട് ആയപ്പോൾ അപ്പം തന്നെ അവിടുത്തെ ബസ്സിൽ, അതിപ്പോൾ എവിടെയായിരുന്നു ഷൂട്ട്? കൊച്ചിയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ സിനിമ കണ്ടാലറിയാം, ഈ അദ്ദേഹം നമ്മളൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്ന ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാനില്ല, ഇന്നത്തെ ഒരു ദിവസത്തെ ഷൂട്ടിൽ ഞാനില്ല. പിന്നീട് എനിക്ക് കോമ്പിനേഷൻ സീൻ ഉണ്ടെന്ന് പിന്നുണ്ട്, പക്ഷെ അന്ന് അറിയില്ല. പിന്നെ കോമ്പിനേഷൻ സീനുണ്ട്, പിന്നെ ആതിരപ്പള്ളിയിൽ ഒരു സീനൊക്കെ ഉണ്ട്, പിന്നെ ഞങ്ങളെ സീനുണ്ട്, എനിക്ക് മമ്മൂക്കായിട്ടൊരു ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് വന്നതാണ്, അത് പിന്നീട് എനിക്ക് തന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്ന് എന്നോട് പറഞ്ഞത്, അന്ന് സ്റ്റാർട്ട് ചെയ്യുക അന്ന് പറഞ്ഞത് വശത്തെ ഇന്നത്തെ ഒരു സാധനം പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന്. പിന്നെ കണ്ടിന്യൂറ്റിയിൽ ചില പ്രശ്നം ഉണ്ടാവാമല്ലോ, പെട്ടെന്ന് സിനിമയ്ക്ക് അങ്ങനെ ഒന്നും കയറാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു എന്താണ് ഇന്ന് ഇപ്പോഴത്തെ സാറിൻ്റെയൊക്കെ നമ്മൾ ചാർട്ട് ചെയ്തത്, സാറിൻ്റെ മൂഡും കാലാവസ്ഥയൊക്കെ വെച്ച് എന്താണ് ഷൂട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടിന്യൂറ്റി സാധനത്തിൽ നീ വന്നില്ല എങ്കിൽ പിന്നീട് നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, നിൻ്റെ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം, പോണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് തീരുമാനിക്കാമെന്നാണ് സാറ് പറഞ്ഞത്. സാറ് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സ്വന്തം ലൈഫ് റിസ്ക് എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് റിസ്ക് ആയിട്ടും തോന്നിയില്ല. എനിക്ക് പെട്ടെന്ന് നാട്ടിലെ കുറേ പേര് നമ്മളെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേർ. അവർക്ക് അല്ലെങ്കിൽ അറിയില്ല എങ്ങനെയാണ് എന്നറിയില്ല, വെറുതെ കയറി ഡാൻസ് ചെയ്യുക വരിക എന്നുള്ളതല്ലായിരുന്നു. ഞങ്ങളൊരു ഷോ പോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഒരു 2 hour കണ്ടിന്യൂസ് ഷോ ആയിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ മ്യൂസിക് പരിപാടികളും കാര്യങ്ങളും ആരെപ്പോൾ കയറണം, ചാർട്ടിങ് എല്ലാം ഞാനാണ് കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ പ്രോഗ്രാമിന് ഞാനില്ല എങ്കിൽ മൊത്തത്തിൽ അവർ പാടും, അവർ ക്യാൻസലാവുന്നതിനേക്കാൾ കൂടുതൽ നാണക്കേടായി പോകും. പിന്നെ ആദ്യമായിട്ടൊക്കെ കയറുന്ന പിള്ളേരൊക്കെ ഉണ്ട്, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, മീൻസ് അവർക്കൊക്കെ അവരെയൊക്കെ ആലോചിച്ച് പോയി.